ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് വായിച്ച് സിലബസ് ഒക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റേജിലായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒട്ടും തന്നെ ആലോചിച്ച് നിൽക്കാതെ മടിച്ച് നിൽക്കാതെ എത്രയും വേഗം തന്നെ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമുക്ക് അത്യാവശ്യം സമയമുണ്ട് പഠിക്കാനായിട്ട്. ഇപ്പം നോട്ടിഫിക്കേഷൻ മാർച്ച് 1 വന്നിട്ടേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അഗ്രികൾച്ചറൽ സയൻസ്, അപ്പം നമ്മൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല പാർട്സ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരു പാർട്ടാണ് അഗ്രികൾച്ചറൽ സയൻസ്. അഗ്രികൾച്ചറൽ സയൻസിന്റെ ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം അഗ്രികൾച്ചറൽ സയൻസിൽ പ്രധാനമായിട്ടും പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ്, അതുപോലെ തന്നെ സ്റ്റോർഡ് പെസ്റ്റ്, സ്റ്റോറേജ് പെസ്റ്റ്, അതുപോലെ തന്നെ റോഡ് ആൻഡ് മാനേജ്മെന്റ്, ഈ ഒരു 3 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 5 മാർക്സ് ആണ് അതിന്റെ വെയിറ്റേജ്. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഇൻഡീസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് ആ ടോപ്പിക്കിന്റെ ഇൻ ഡീറ്റെയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ സിലബസ് തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് എന്താണ് പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പേരിൽ തന്നെയുണ്ട്. അതായത് നമ്മളൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്ത് ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം എന്തിൽ വരുന്നു? പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗിൽ വരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ്? ഹാർവെസ്റ്റിംഗ്, അതുപോലെ തന്നെ പ്രീ കൂളിംഗ്, ദെൻ വാഷിംഗ്, ദെൻ ഗ്രേഡിംഗ് ആൻഡ് സോർട്ടിംഗ്, ദെൻ പാക്കേജിംഗ്, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ബേസ് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഹാർവെസ്റ്റിംഗിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട 3 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റേജ് ഓഫ് ഹാർവെസ്റ്റിംഗ്, അതുപോലെ തന്നെ ടൈം ഓഫ് ഹാർവെസ്റ്റിംഗ് ആൻഡ് മെത്തേഡ് ഓഫ് ഹാർവെസ്റ്റിംഗ്. സ്റ്റേജ്, ടൈം ആൻഡ് മെത്തേഡ് ഓഫ് ഹാർവെസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഇൻഡീസസ്. അതായത് അത് ഇതിനകത്ത് വരുന്നതാണ്, അത് സ്റ്റേജ് ഓഫ് ഹാർവെസ്റ്റിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ എന്താണ് നമുക്ക് മെച്യൂരിറ്റി ഇൻഡീസസ് അഥവാ മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഒരു സെന്റൻസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. മെഷർമെന്റ് ഓർ മെഷർമെന്റ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഈസ് മെച്യൂർ ഓർ നോട്ട്. അതായത് നമുക്ക് വേണ്ട ഒരു കമ്മ്യൂണിറ്റി അത് പാകമായോ, അത് പാകമായില്ലയോ, മെച്യൂർ ആയില്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്കുള്ള ഒരു സൂചകം, അതാണ് മെച്യൂരിറ്റി ഇൻഡീസസ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 2 ടേമുകൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഇസ് ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി, അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി. അതായത് ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് വെൻ എ പ്ലാന്റ് ഓർ പ്ലാന്റ് പാർട്ട് possesses the prerequisites for utilization by the consumers for a particular purpose. അതായത് ഒരു കൺസ്യൂമർ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ക്രോപ്പ് ഒരു കമ്മ്യൂണിറ്റി ഉപയോഗിക്കാനായിട്ട് പോകുമ്പോൾ ആ ഒരു സ്റ്റേജ്, അതിലേക്ക് കൺസ്യൂമർക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സുമായി പാകമാവുന്ന ഒരു സ്റ്റേജിനെയാണ് ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് വെൻ ദ പ്രൊഡ്യൂസ് കംപ്ലീറ്റ്സ് ദ ഡെവലപ്മെന്റൽ പ്രോസസ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഫിസിയോളജിക്കൽ ഡെവലപ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന സ്റ്റേജ്, അപ്പൊ ആ പേരിലുണ്ട് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി. ഇനി കൺസ്യൂമേഴ്സിന് പാകമാവുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ഒരു ടേം കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റിയും ഫിസിയോളജിക്കൽ മെച്യൂരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്കിനി ഈ മെച്യൂരിറ്റി ഇൻഡീസസ് മെഷർ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോ ഒരു മാങ്ങ പാകമായോ എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ കളർ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ സൈസ് മാറുന്നതനുസരിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് നമുക്ക് വിഷ്വലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് പാകമായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിഷ്വൽ ഒബ്സർവേഷനിലൂടെ മാത്രം നമുക്കൊരു ക്രോപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പാകമായോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ഉപാധികളുണ്ട്. അപ്പൊ അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് മെച്യൂരിറ്റി ഇൻഡീസസിന്റെ മെത്തേഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന്
ജസ്റ്റ് നമുക്ക് നോക്കാം. ദർ ഇസ് ഫസ്റ്റ് വൺ കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്. കമ്പ്യൂട്ടേഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ, കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്താ പറയുക ഒരു നമ്പറിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് കലണ്ടർ ഡേറ്റ് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ക്രോപ്പ്, ഫോർ എക്സാമ്പിൾ ഒരു തക്കാളി നമുക്ക് നട്ടു കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഇത്ര ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്ത് വരും, പൂ വരും അല്ലെങ്കിൽ കായ വരും, ആ കായ പാകമാകാൻ ഇത്ര ദിവസം എടുക്കും നമുക്കൊരു ധാരണയുണ്ട്. അപ്പൊ അതൊരു കലണ്ടർ ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഡേയ്സിൽ നമുക്ക് പറയാൻ പറ്റും. അതാണ് കലണ്ടർ ഡേറ്റിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ടു ഹാർവെസ്റ്റ്, അതായത് ഫുൾ ബ്ലൂം തൊട്ട് ഹാർവെസ്റ്റ് വരെയുള്ള ഡേയ്സ് നമുക്ക് അതും നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കും. അതാണ് ഈ കമ്പ്യൂട്ടേഷണൽ മെത്തേഡിൽ വരുന്നത്. ഇനി ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് സൈസ്, വെയിറ്റ്, ഷേപ്പ്, സർഫസ് മോർഫോളജി, സ്പെസിഫിക് ഗ്രാവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വൽ മെത്തേഡ്സ്, അതായത് നമുക്കിപ്പം സൈസിന്റെയും വെയിറ്റിന്റെയും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഷേപ്പ് വന്നു ആ ഒരു ബേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെച്യൂരിറ്റി ഇൻഡെക്സ് നിശ്ചയിക്കാൻ പറ്റും. അതാണ് ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. ഇനി കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ്. ആ കെമിക്കൽ മെത്തേഡ്സിൽ വരുന്നത് അസിഡിറ്റി, TSS, ഓയിൽ കണ്ടന്റ്, ഇതിന്റെയൊക്കെ മെഷർമെന്റ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്രോപ്പ് പാകമായോ അല്ലയോ എന്ന് നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. അതാണ് കെമിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. TSS എന്ന് വെച്ചാൽ ടോട്ടൽ സൊല്യൂബിൾ സോളിഡ്സ് എന്നാണ്, ടോട്ടൽ സൊല്യൂബിൾ സോളിഡ്സ്. ഓക്കെ. ഇനി ഫിസിയോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഫിസിയോളജിക്കൽ പ്രോസസ്സിന്റെ ബേസിൽ. അപ്പൊ എങ്ങനെയാണ്, നമുക്കൊരു മെച്യൂറേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് എഥിലീൻ ഇവല്യൂഷൻ റേറ്റും റെസ്പിറേഷൻ റേറ്റും. അതായത് ഒരു ക്രോപ്പ് റെസ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഥിലീന്റെ അളവ് കൂടുന്നു, എഥിലീൻ എവല്യൂഷൻ റേറ്റ് കൂടുന്നു എന്ന് വെച്ചാൽ എന്താണ്, അത് പാകമാവുന്ന ഒരു സ്റ്റേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമുക്കറിയാം റൈപ്പനിങ് ഹോർമോൺ ആണ് എഥിലീൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടേം ഓർത്ത് വെക്കുക. ദാറ്റ് ഇസ് റെസ്പിറേഷൻ റേറ്റ്, അതുപോലെ തന്നെ എഥിലീൻ ഇവല്യൂഷൻ റേറ്റ്. ഇത് രണ്ടും ഇവിടെ വരുന്നതാണ് ഫിസിയോളജിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ഡിറ്റർമിനേഷൻ ഓഫ് മെച്യൂരിറ്റി ഇൻഡീസസ്. ഈ മെത്തേഡ്സ് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. നമ്മൾ പല ബുക്സ് അല്ലെങ്കിൽ പല ഇത് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് പല തരത്തിലായിരിക്കും ഇതിന്റെ മെത്തേഡ്സ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. ഓക്കെ. ഇതിന്റെ തന്നെ നമുക്ക് പല രീതികളിൽ മാറ്റി കേട്ട് പറയാൻ പറ്റും. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കെമിക്കൽ മെത്തേഡിൽ ഒരു TSS എന്ന് പറയുന്ന ഒരു ടേം കണ്ടായിരുന്നു, ടോട്ടൽ സൊല്യൂബിൾ സോളിഡ്സ്. അപ്പൊ അത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഈ പറയുന്ന ഹാൻഡ് റിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഇസ് ഹാൻഡ് റിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ സൊല്യൂബിൾ സോളിഡ്സ് അഥവാ TSS മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് ഓരോ ക്രോപ്സിന്റെ മെച്യൂരിറ്റി ഇൻഡീസസ് നോക്കി പോകാം. അപ്പൊ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് മെച്യൂരിറ്റി ഇൻഡീസസ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് വെജിറ്റബിൾസ് എന്നാണ്. പക്ഷെ നമുക്ക് സിലബസിൽ പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗ്, ബാക്കി ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഓൾ ഓവർ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന്റെ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യം ഈ സിലബസ് അനുസരിച്ച് വെജിറ്റബിൾസിന്റെ തന്നെ പറയാം. എന്നിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സിന്റെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് പലപ്പോഴും ഓപ്ഷൻസിലൊക്കെ ആയിട്ട് പല ഫ്രൂട്ട്സും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫ്രൂട്ട്സിന്റെയും മെച്യൂരിറ്റി ഇൻഡീസസ് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോയുടെ മെച്യൂരിറ്റി ഇൻഡീസസ് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കുറെ മെത്തേഡ്സ് പറഞ്ഞു. അപ്പം എന്താ പറയാ, ഒരു ക്രോപ്പിന്റെ മെച്യൂരിറ്റി നിർണ്ണയിക്കാനായിട്ട് ഈ എല്ലാ മെത്തേഡ്സും നമുക്ക് ഉപയോഗിക്കണം എന്നില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ മെത്തേഡ്സ് നമുക്ക് അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പം നമ്മൾ മെച്യൂരിറ്റി ഇൻഡീസസ് നോക്കുമ്പോൾ ടൊമാറ്റോയുടെ കേസിൽ നോക്കുമ്പോൾ നമുക്ക് കലണ്ടർ ഡേറ്റ്, നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞു. അപ്പം കലണ്ടർ ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ദാറ്റ് ഇസ് ഡ്യൂറേഷൻ ഓഫ് ദി ക്രോപ്പ് എന്ന് പറയുന്ന ഡേയ്സിൽ പറയുകയാണെങ്കിൽ 100 മുതൽ 110 മുതൽ 115 ദിവസം വരെയാണ്. അപ്പൊ നമുക്ക് ഏകദേശം ആ ഒരു ഡ്യൂറേഷൻ മൈൻഡിൽ വെച്ചുകൊണ്ട് ഇത്ര സമയമാകുമ്പോൾ നമ്മുടെ ക്രോപ്പ് മെച്യൂർ ആവുന്ന ഒരു ധാരണ ഉണ്ടാവും. ഇനി ഫിസിക്കൽ മെത്തേഡ്സ് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് അതിന്റെ കളറാണ്. കളർ ഈസ് എ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ഇൻ മെച്യൂരിറ്റി ഓഫ് ടൊമാറ്റോസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്കിപ്പം ടൊമാറ്റോ, ഇപ്പൊ ഈ കളറാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു. കളറിന്റെ ബേസിൽ നമുക്ക് 6 തരംതിരിക്കാം. ഈ 6 തരംതിരിക്കുന്നതും നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് പ്രധാനമായിട്ടും ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ടൊമാറ്റോ ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം അത് ലോക്കൽ മാർക്കറ്റ്സിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ, കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് കൊടുക്കാം. ഇനി പ്രോസസ്സിംഗ്, ഒത്തിരി അധികം വൈഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് പ്രൊഡക്റ്റ് ഉള്ള ഒരു ക്രോപ്പാണ് ഇതെന്ന് പറയുന്നത് ടൊമാറ്റോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കണം, സീഡ് പ്രൊഡക്ഷൻ, സീഡ് ഇൻഡസ്ട്രീസിലേക്ക് കൊടുക്കണം. അങ്ങനെ പല തരത്തിലുള്ള പർപ്പസ് ഉണ്ടായിരിക്കും നമുക്ക്. ഈ ക്രോപ്പ് എന്നല്ല, ടൊമാറ്റോ എന്നല്ല, ഏത് ക്രോപ്പ് ആണെങ്കിലും. അപ്പൊ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇതാണ് 6 സ്റ്റേജസ് ആദ്യം അറിഞ്ഞിരിക്കാം. സ്റ്റേജ് 1, സ്റ്റേജ് 2, ടേണിംഗ്, ദെൻ പിങ്ക്, ലൈറ്റ് റെഡ് ആൻഡ് റെഡ് സ്റ്റേജ്. അപ്പം ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏറ്റവും ആദ്യം പച്ച കളറിലായിരുന്നു, അതിന്റെ ഗ്രാജുവലി അതിന്റെ കളർ മാറി മാറി വന്നിട്ട് എൻഡ് ആവുമ്പോഴത്തെ എന്തായി, റെഡ് സ്റ്റേജിലേക്ക് വന്നു. അപ്പം ഇതെന്താണ് ഓരോ സ്റ്റേജിലും എന്നുള്ളത് ജസ്റ്റ് ഒന്ന്
അറിഞ്ഞിരിക്കുക, വലിയൊരു റോക്കറ്റ് സയൻസ് അല്ല. മെച്ചൂർ ഗ്രീൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ഫ്രൂട്ട് കളർ എന്തായിരിക്കണം, ചേഞ്ചസ് ഫ്രം ഗ്രീൻ ടു യെല്ലോയിഷ്, ഗ്രീനിൽ നിന്ന് യെല്ലോയിഷ് കളറിലേക്ക് മാറുകയാണ്. അപ്പൊ നമുക്കറിയാം ആ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ദൂരം ഡിസ്റ്റൻസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാലും അത് കേടുകൂടാതെ ഇരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേജ് ആണ് മെച്ചൂർ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് ടേണിംഗ് ആൻഡ് ബ്രേക്കർ സ്റ്റേജ്. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട്, ഏതാ ഗ്രീൻ കളർ ചെറുതായിട്ടൊന്ന് ടേൺ ചെയ്തും ആ കളർ ഒന്ന് ബ്രേക്ക് ചെയ്ത് തുടങ്ങുന്ന സ്റ്റേജ്, അതാണ് എന്തെന്ന് പറയുന്നത്, ടേണിംഗ് ആൻഡ് ബ്രേക്കർ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ എന്താണ്, ഒരു 1/4 പോർഷൻ ഓഫ് ദ ഫ്രൂട്ട് ചേഞ്ചസ് ഇൻ പിങ്ക് കളർ, ദെൻ ഷോൾഡർ റിമെയിൻസ് യെല്ലോയിഷ്. അപ്പൊ അതിന്റെ ഒരു 4/2 ഭാഗം എന്തായിട്ട് മാറും, കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് ടേണിംഗ് ആൻഡ് ബ്രേക്കർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഹാർവസ്റ്റഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് പിങ്ക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഒരു 3/4 പോർഷനും ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് വരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം റൈപ്പൻ ചെയ്ത് തുടങ്ങുന്ന സ്റ്റേജ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ മാർക്കറ്റ്സിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ലൈറ്റ് റെഡ് സ്റ്റേജ് ആൻഡ് ഫൈനലി ദ റെഡ് സ്റ്റേജ്. റെഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫുള്ളി റൈപ്പൻഡ് ആയിട്ടുള്ള റെഡ് കളേർഡ് ഫ്രൂട്ട് ആയിരിക്കും. അതിന്റെ ഫ്ലഷ് എന്തായിരിക്കും, നല്ല സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വിച്ച് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ എന്തിനു വേണ്ടിയിട്ട്, ഫുഡ് പ്രോസസ്സിങ്. അതായത് ഇപ്പൊ നമുക്ക് ടൊമാറ്റോ, കെച്ചപ്പ്, സോസ് അങ്ങനെ ഒത്തിരി അധികം പ്രോസസ്ഡ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ അതിൽ നിന്ന് സീഡ് എക്സ്ട്രാക്ട് ചെയ്യാനുമുള്ള സ്റ്റേജ് ആണ് റെഡ് റൈപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെച്യൂരിറ്റി ഇൻഡീസസിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ദ കേസ് ഓഫ് ടൊമാറ്റോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ചില്ലിയുടെ മെച്യൂരിറ്റി ഇൻഡീസസ്. ചില്ലിക്ക് വലിയൊരു അത്ര സ്പെസിഫിക് ആയിട്ടുള്ള മെച്യൂരിറ്റി ഇൻഡീസസ് പറയാനില്ല. നമുക്ക് പ്രധാനമായിട്ടും 2 സ്റ്റേജിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വെജിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ വെജിറ്റബിൾ, അതുപോലെ ഡ്രൈ ചില്ലീസ്, ചില്ലി പൗഡേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ചില്ലീസ്, ഈ 2 സ്റ്റേജിലാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഗ്രീൻ ചില്ലീസ് ആർ ഹാർവെസ്റ്റഡ് വെൻ ദേ ആർ ഫുള്ളി മെച്ചുവേർഡ് ആൻഡ് ബിഫോർ ദേ ചേഞ്ച് ഫ്രം ഗ്രീൻ ടു റെഡ്. ആ ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രീൻ ചില്ലീസ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹാർവെസ്റ്റഡ് വെൻ ദ കളർ ചേഞ്ചസ് ഫ്രം ഗ്രീൻ ടു റെഡ്, നല്ല റെഡ് കളർ ആവുന്ന സ്റ്റേജിലായിരിക്കും ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തിന്റെ ബേസിലാണ്, നമുക്ക് ആ ഒരു കളറിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു മെച്യൂരിറ്റി ഇൻഡീസസ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്പാണ്, ദറ്റ് ഈസ് വാട്ടർമെലൺ. ഇപ്പൊ നിങ്ങൾ 2020 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ടർമെലന്റെ മെച്യൂരിറ്റി ഇൻഡീസ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇൻഡെക്സ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം കലണ്ടർ ഡേറ്റ് ജസ്റ്റ് നോക്കാം. ദറ്റ് ഈസ് ഫ്രൂട്ട്സ് ആർ റെഡി ഫോർ ഹാർവെസ്റ്റ് ഇൻ 90 to 120 ഡേയ്സ് ഫ്രം സോയിൽ. അതായത് നമ്മൾ വിത്ത് പാകിക്കഴിഞ്ഞ് 90 മുതൽ 120 ദിവസം, അതാണ് അതിന്റെ ഡ്യൂറേഷൻ, ക്രോപ്പ് ഡ്യൂറേഷൻ പറയുന്നത്. അപ്പം കലണ്ടർ ഡേറ്റ് നമുക്ക് ആ ഒരു രീതിയിൽ പറയാം. ഇനി ഫിസിക്കൽ മെത്തേഡ്സ്, ഈ ഫിസിക്കൽ മെത്തേഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ, വിതറിംഗ് ഓഫ് ടെൻഡ്രിൽസ്. അതിന്റെ ടെൻഡ്രിൽസ് വിതർ ചെയ്ത് തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും ക്രോപ്പ് എന്തായി, പാകമാകാൻ അല്ലെങ്കിൽ അത് മെച്ചർ ആവുന്ന സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഇസ് തമ്പിങ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് നമ്മളൊരു റൈപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്, നമ്മൾ വാട്ടർമെലന്റെ ഫ്രൂട്ടിന്റെ പുറത്ത് ജസ്റ്റ് വിരൽ വെച്ചിരുന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഡൾ ഹോളോ സൗണ്ട് കേൾക്കുകയാണ് എങ്കിൽ എന്താണ്, ആ വാട്ടർമെലൺ മെച്ചർ ആയി എന്നാണ് അർത്ഥം. ഇനി നേരെ മറിച്ച് ഒരു മെറ്റാലിക് സൗണ്ട് ആണ് കേൾക്കുന്നതെങ്കിൽ ആ ഫ്രൂട്ട് എന്തായില്ല, മെച്ചർ ആയിട്ടില്ല, അതൊരു ഇൻമെച്ചർ ഫ്രൂട്ട് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഈ സൗണ്ടിന്റെ ബേസിൽ, അപ്പം ഇങ്ങനെയായിരുന്നു അന്നത്തെ ക്വസ്റ്റ്യൻ. 2020 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന് ഡൾ ഹോളോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ക്രോപ്പിന്റെ മെച്യൂരിറ്റി ഇൻഡീസസ് അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിരുന്നു എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ സംഭവം വായിച്ചു പോകുന്നത്. ഈ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അടുത്തത് അതുപോലെ തന്നെ ദ പോർഷൻ ഓഫ് ദ ഫ്രൂട്ട് വിച്ച് റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് ടേൺഡ് യെല്ലോയിങ് അറ്റ് മെച്യൂരിറ്റി. അത് നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് തണ്ണിമത്തനുണ്ടെങ്കിൽ നമുക്ക് കാണാം. അതായത് ക്രോപ്പ് മെച്ചർ ആവുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ തണ്ണിമത്തൻ മണ്ണിനോട് ചേർന്ന് ടച്ച് ചെയ്തിരിക്കുന്ന സർഫസ് എന്തായിട്ട് മാറുന്നു, ആ സർഫസിൽ ഒരു ചെറിയ ഫ്രൂട്ട് സർഫസിൽ ഒരു ലൈറ്റ് യെല്ലോ കളർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു. അപ്പൊ അത് ഫ്രൂട്ട് റൈപ്പൻ ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ മെച്ചർ ആയി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് തരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വാട്ടർമെലന്റെ മെച്യൂരിറ്റി ഇൻഡെക്സ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്ന ഏരിയ ആയതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. എല്ലാ ക്രോപ്സും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക്, ഈ പറയുന്ന ക്രോപ്സ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ടൊമാറ്റോ, ചില്ലി അല്ലെങ്കിൽ വാട്ടർമെലൺ, ഏത് ക്രോപ്പ് ആണെങ്കിലും നമ്മൾ നമ്മുടെ ഒരു ഡെയിലി ലൈഫ്, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അറിയാവുന്ന ക്രോപ്സ് ആണ്. നമുക്ക് ഇതൊക്കെ ഈ പറയുന്ന മെച്യൂരിറ്റി ഇൻഡീസസ് ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചില പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്തതായിട്ട് മെച്യൂരിറ്റി ഇൻഡീസസ് ഓഫ് മസ്ക്മെലൺ. മസ്ക്മെലൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്, നമ്മുടെ ഷമാം, നമ്മൾ ജ്യൂസ് ഒക്കെ അടിക്കാൻ വാങ്ങുന്ന ഷമാമാണ് മസ്ക്മെലൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെച്യൂരിറ്റി ഇൻഡീസസ് കലണ്ടർ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്രോപ്സിന്റെയും കലണ്ടർ ഡേറ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻസിലും എങ്ങനെയാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ
സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറ്. കലണ്ടർ ഡേറ്റ്സ് ഒത്തിരി ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഡൾ ഹോളോസ് കൊണ്ട് വാട്ടർ മെലണിന് പറഞ്ഞതുപോലെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കുക. ഓക്കെ, മസ്ക് മെലണിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് ഫുൾ സ്ലിപ്പ് സ്റ്റേജ്. അപ്പൊ ഇങ്ങനെ ഒരു ടേം കാണുകയാണെങ്കിൽ ഫുൾ സ്ലിപ്പ് സ്റ്റേജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മസ്ക് മെലണിന്റെ എന്താണ് മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് അറിഞ്ഞിരിക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് ദ ഫ്രൂട്ട് വെൻ മെച്യൂർ will slips out easily from the vine with little pressure or jerk, or if not it will remain separated from the vine next day. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം മസ്ക് മെലണിന്റെ വൈനിൽ നിന്ന് നല്ല മെച്യൂർ ആയിട്ടുള്ള ഫ്രൂട്ട് ആണെങ്കിൽ എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്യുമ്പോൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് സ്ലിപ്പ് ചെയ്ത് വരുന്നതിന് അതിനാണ് ഇതെന്ന് പറയുന്നത് ഫുൾ സ്ലിപ്പ് സ്റ്റേജ്. അപ്പൊ നമ്മൾ മസ്ക് മെലണിൽ ഈ രണ്ട് ടേം കേൾക്കാറുണ്ട്, ഹാഫ് സ്ലിപ്പ് എന്നും ഫുൾ സ്ലിപ്പ് എന്നും കേൾക്കാറുണ്ട്. ഹാഫ് സ്ലിപ്പ് സ്റ്റേജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എന്താണ് ആ ക്രോപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇമ്മെച്യൂർ ആണ്. മെച്യൂർ ആയിട്ടുള്ള ഫ്രൂട്ടിന്റെ സ്റ്റേജ് ആണ് ഫുൾ സ്ലിപ്പ് സ്റ്റേജ്. ഓക്കെ, അപ്പം ഈ ഒരു ടേം അറിഞ്ഞിരിക്കുക. ഫുൾ സ്ലിപ്പ് സ്റ്റേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ഓർമ്മ വരണം? മസ്ക് മെലൺ ഓർമ്മ വരണം. ഓക്കെ, അടുത്തത് ബാക്കി കുറച്ച് കുക്കർ ബിറ്റ്സിന്റെ കലണ്ടർ ഡേറ്റ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഈ ക്രോപ്സ് ഒക്കെ ഒന്ന് ഈ ക്രോപ്സിന്റെ പേരും അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ കലണ്ടർ ഡേറ്റ്സും ഒന്ന് അറിഞ്ഞിരിക്കുക. ബാക്കി വിഷ്വൽ ഒബ്സർവേഷൻ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ അത് എടുത്ത് ആവർത്തിച്ച് പറയുന്നില്ല. നമുക്ക് ഡേ ടു ഡേ ലൈഫ് കാണുന്ന ക്രോപ്സ് ആണ്. പംകിൻ 75 to 180 ഡേയ്സ് ഫോർ മെച്യൂരിറ്റി ഫ്രം സോയിങ്, ദെൻ കുക്കുംബർ 60 to 70 ഡേയ്സ്, ദെൻ ബിറ്റർ ഗോഡ് ഇമ്മെച്യൂർ ഫ്രൂട്ട്സ്. നമുക്കറിയാം ബിറ്റർ ഗോഡിൽ നമ്മൾ ഇമ്മെച്യൂർ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്തത്. ഇമ്മെച്യൂർ ഫ്രൂട്ട്സ് ആർ ഹാർവെസ്റ്റഡ് ആഫ്റ്റർ 50 to 60 days after sowing, then bottle gourd 60 to 70 days, and snake gourd. Snake gourd നമ്മൾ എന്താണ്? ഇമ്മെച്യൂർ ഫ്രൂട്ട് ആണ്. നമ്മൾ വെജിറ്റബിൾ പർപ്പസിന് യൂസ്, നമ്മുടെ പർപ്പസ് അനുസരിച്ചാണ് കേട്ടോ. വെജിറ്റബിൾ പർപ്പസിനാണെങ്കിൽ നമ്മൾ ബിറ്റർ ഗോർഡും സ്നേക്ക് ഗോർഡും ഒക്കെ നമ്മൾ ഏത് സ്റ്റേജിലാണ്? ഇമ്മെച്യൂർ സ്റ്റേജിലാണ് കൺസ്യൂം ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇനി അതേ ക്രോപ്പ് തന്നെ നമ്മൾ സീഡ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് സ്റ്റേജിലാണ്? നല്ല റൈപ്പൻഡ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ പറയുന്ന കുക്കർ ബിറ്റ്സ്. നമ്മൾ കുറച്ച് കുക്കർ ബിറ്റ്സിന്റെ കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് മെച്യൂരിറ്റി ഇൻഡീസസ് ഓഫ് ഒക്ര അല്ലെങ്കിൽ ബിന്ദി അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ എന്ന് പറയും നമ്മുടെ വെണ്ട. അപ്പൊ അതിന്റെ ഒരു മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് സൈസ് ഇൻക്രീസ് ഇസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഫോർ ഒക്ര മെച്യൂരിറ്റി. പോഡ്സ് ഷുഡ് നോട്ട് മോർ ദാൻ 7 centimeter ലോങ് ആൻഡ് പെഡിസിൽ ഷുഡ് ബി ടെൻഡർ. അപ്പം പെഡിസിൽ ടെൻഡർ ആയിരിക്കണം. ദെൻ ഒക്ര ഹാർവെസ്റ്റഡ് 6th day after anthesis ആർ മോർ പാലറ്റബിൾ, എക്കണോമിക്കൽ ആൻഡ് ലാസ്റ്റ് ലോങ്ങർ. അതായത് നമുക്കറിയാം നമ്മൾ വെണ്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ മുറ്റിപ്പോയ വെണ്ട എന്ന് പറയും. അതായത് എന്താണ്? നമ്മൾ കറക്റ്റ് ടൈമിൽ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഓപ്റ്റിമം ടൈം ഓഫ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഏത് ക്രോപ്പിനാണെങ്കിലും. കാരണം എന്താണ്? ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എഡിബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാതെ വരുന്നു. ഇപ്പം ഒക്കറയാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നു? കുറേ ദിവസം കൊണ്ട് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അതെന്ത് വരുന്നു? ഫൈബ്രസ് ആയി പോകും. അതായത് നമ്മൾ മുറ്റിപ്പോകുക എന്ന് പറയും, ഫൈബ്രസ് ആയി പോകും. ഇതാണ് അതിന്റെ കറക്റ്റ് മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏത് ക്രോപ്പിന്റെ? ഒക്രയുടെ. ഓക്കെ, അടുത്തതായിട്ട് മെച്യൂരിറ്റി ഇൻഡീസസ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു ക്രോപ്പ് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു ടേം ഓർത്തിരിക്കും. നമുക്കറിയാം നമ്മൾ ടെൻഡർ ആയിട്ടുള്ള പീസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം അതിന്റെ മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ടെൻഡർനെസ് എന്നുള്ളതാണ്. അപ്പൊ അത് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടെൻഡറോമീറ്റർ എന്ന് പറയുന്നത്. സോ ദ മെച്യൂരിറ്റി ഇൻഡീസ് ഓഫ് പീസ് എന്ന് പറയുന്നത് ടെൻഡർനെസ്, അത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഇസ് ടെൻഡറോമീറ്റർ. ഓക്കെ, അത് വളരെ സിമ്പിൾ ആണ്. ആ പേര് ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തതായിട്ട് കൗപ്പി, യാർഡ് ലോങ് ബീൻ, വിങ്ഡ് ബീൻ. അതായത് നമ്മുടെ വെജിറ്റബിൾ കൗപ്പി അല്ലെങ്കിൽ വിങ്ഡ് ബീൻസ് അതിന്റെ പേരന്റ് ഒക്കെ കേസിൽ ഫസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് പറയാം. ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ടു ഹാർവെസ്റ്റ് 16 to 70 ഡേയ്സ്. ദെൻ ഫിസിക്കൽ മെത്തേഡ് പറയുകയാണെങ്കിൽ വെൽ ഫിൽഡ് ആയിട്ടുള്ള പോട്ട്സ് വിച്ച് സ്നാപ്പ് റെഡ്ലി. ഓക്കെ, അതാണ് എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾ കോപ്പി അല്ലെങ്കിൽ വിങ്ഡ് ബീന്റെ ഒക്കെ മെച്യൂരിറ്റി ഇൻഡീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ലീഫി വെജിറ്റബിൾസിന് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഇൻഡീസസ് നമുക്ക് പഠിക്കാനായിട്ടില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് എല്ലാ വെജിറ്റബിൾസും ലീഫി വെജിറ്റബിൾസും ഇലക്കറികളും നമ്മൾ അത് ബ്ലൂം ചെയ്യുന്നതിന് മുന്നേ, അതായത് പൂക്കുന്നതിന് മുന്നേ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ വെജിറ്റേറ്റീവ് പാർട്ടാണ് നമ്മുടെ എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത്, ലീഫ് എന്ന് പറയുന്നത്. സോ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അമരാന്തസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാർക്ക് ഗ്രീൻ ഓർ റെഡ് ലീവ്സ് ആർ ഹാർവെസ്റ്റഡ്. ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട് നമുക്ക് അമരാന്തസിൽ. അപ്പം ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ലീവ്സ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു അലോങ് വിത്ത് ദ സ്റ്റോക്ക്. ദെൻ പാലക്കാണെങ്കിൽ ലീഫ് ലെങ്ത് അറൌണ്ട് ഒരു 30 centimeter, ഡാർക്ക് ഗ്രീൻ, പ്ലക്ക് ഇൻഡിവിജ്വൽ ലീവ്സ്. ദെൻ ലെറ്റ്യൂസ് ആണെങ്കിലും അതിന്റെ ഫേംനെസ്, നമുക്ക് മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ നമ്മൾ അതിന്റെ നല്ല ഫേം ആയിട്ടിരിക്കുന്ന ലെറ്റ്യൂസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നല്ല ഫേം ആയിട്ടുള്ള ലെറ്റ്യൂസ് മാത്രമേ മാർക്കറ്റിലേക്ക് എത്താറുള്ളൂ. അപ്പൊ നമുക്ക് ഫേംനെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോളിഡിറ്റി എന്ന് പറയുന്നത്, നല്ല സോളിഡ് ആയിട്ട് ഫേം ആയിട്ടിരിക്കണം. ആ ഒരു ടേം ഇമ്പോർട്ടന്റ് ആണ്. സോളിഡിറ്റി എന്ന് പറയുന്നതാണ് ലെറ്റ്യൂസ് പോലുള്ള ലീഫി വെജിറ്റബിൾസിന്റെ മെച്യൂരിറ്റി ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്ന ടേം എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തതായിട്ട് ബാക്കി കുറച്ച് വെജിറ്റബിൾസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്സ് ആണ് ക്യാബേജും കോളിഫ്ലവറും. ക്യാബേജ് എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ എക്കണോമിക് പാർട്ടിന് എഡിബിൾ പാർട്ടിന് നമ്മൾ ഹെഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്യാബേജ് നല്ല പാകമാകുമെന്ന് വെച്ചാൽ അതിന്റെ ഹെഡ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇത് ക്യാബേജിന്റെ ചുറ്റുമുള്ള ലീഫിന് നമ്മൾ പറയുന്നത് റാപ്പർ ലീവ്സ് ആണ്. ഇതിനെ പൊതിഞ്ഞ് നിൽക്കുന്ന റാപ്പ് ചെയ്ത് നിൽക്കുന്ന ലീവ്സ്. അപ്പൊ റാപ്പർ ലീവ്സും എല്ലാം ചേർന്ന് നല്ല ടൈറ്റ് ആയിട്ട് നല്ല സോളിഡ് ആയിട്ടുള്ള ഹെഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ക്യാബേജിന്റെ കറക്റ്റ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ക്യാബേജിന്റെ മെച്യൂരിറ്റി സ്റ്റേജിനെ പറയുന്നത് സോളിഡിറ്റി, അല്ലെങ്കിൽ ആ ഒരു ടേം ആണ് ഇമ്പോർട്ടൻറ്റ്, സോളിഡിറ്റി. ദെൻ കോളിഫ്ലവറും അതുപോലെ തന്നെ, അതായത് നമുക്ക് കോളിഫ്ലവർ നല്ല കോമ്പാക്ട് ആയിട്ട്, കോളിഫ്ലവറിന്റെ എക്കണോമിക് പാർട്ടിന് അല്ലെങ്കിൽ എഡിബിൾ പാർട്ടിന് നമ്മൾ കേർഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ കേർഡ് നല്ല കോമ്പാക്ട് ആയിട്ട്, കോമ്പാക്ട്നെസ് ആണ് കോളിഫ്ലവറിന്റെ മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൊട്ടാറ്റോ, ഒണിയൻ, ഗാർലിക് ഇതെല്ലാം എന്താണ് അണ്ടർഗ്രൗണ്ട് പാർട്സ്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാർട്സ് നമ്മൾ എഡിബിൾ പോർഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു കാറ്റഗറിയിലുള്ളതൊക്കെ അതിന്റെ ടോപ്സ് ബിഗിനിങ് ടു ഡ്രൈ ആൻഡ് ടോപ്പിൾ ഡൗൺ, അതിന്റെ ടോപ്സ് എന്ത് ചെയ്യുന്നു, ഉണങ്ങി തുടങ്ങുന്നു. അപ്പൊ ആ ഉണങ്ങി തുടങ്ങുമ്പോൾ നമുക്കറിയാം അടിയിലുള്ള സാധനം, അതായത് നമ്മുടെ പൊട്ടറ്റോ അല്ലെങ്കിൽ ഒണിയൻ അല്ലെങ്കിൽ ഗാർലിക് മെച്ചുറായി തുടങ്ങി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് അതിന്റെ ആ ഒരു ടോപ്പ് പോർഷൻ ഡ്രൈ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസിന്റെ മെച്യൂരിറ്റി ഇൻഡീസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സിലബസിൽ അങ്ങനെ തന്നെ എടുത്ത് പറയുന്നില്ല മെച്യൂരിറ്റി ഇൻഡീസസ് ഓഫ് വെജിറ്റബിൾസ്, പക്ഷെ നമുക്ക് കുറച്ച് ഫ്രൂട്ട് ക്രോപ്സിന്റെ കൂടി മെച്യൂരിറ്റി ഇൻഡീസസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട് ക്രോപ്സ്, കുറച്ച് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് വൺ, ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ കിങ് ഓഫ് ഫ്രൂട്ട്, ദാറ്റ് ഇസ് മാംഗോ. മാംഗോ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിന്റെ മെച്യൂരിറ്റി ഇൻഡീസസ് ആണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫുൾനെസ് ഓഫ് ഷോൾഡേഴ്സ്. അപ്പൊ നമുക്ക് നല്ല പാകമായിട്ടുള്ളൊരു മാങ്ങയുടെ ഷോൾഡേഴ്സ് എന്തായിരിക്കും, അത് കംപ്ലീറ്റ് ഡെവലപ്പ് ആവുന്ന ഒരു സ്റ്റേജ്, ദാറ്റ് ഇസ് ഫുൾനെസ് ഓഫ് ഷോൾഡേഴ്സ്. ദെൻ ഏറ്റവും സിമ്പിൾ ആണ്, ദാറ്റ് ഇസ് പീൽ കളർ വിൽ ചേഞ്ചസ് ഫ്രം ഡാർക്ക് ഗ്രീൻ ടു ഒലീവ് ഗ്രീൻ. ദെൻ 1 or 2 ripe fruits fall from the tree naturally. അപ്പൊ നല്ല പാകമായി തുടങ്ങും, ഒന്നോ രണ്ടോ, നമുക്കറിയാം മാങ്ങ എന്താണ് പൊഴിഞ്ഞ് വീഴാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വീണ് പോകാറുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജിനെ നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ടാറ്റ്ക സ്റ്റേജ് എന്നാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ്, ആ ഒരു പേര് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ടാറ്റ്ക സ്റ്റേജ് ഇസ് ദ മെച്യൂരിറ്റി ഇൻഡീസ് ഓഫ് വിച്ച് ക്രോപ്പ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് മാംഗോ. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അത് മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷൻ അല്ല ഞാൻ കണ്ടിട്ടുള്ളത്, മറ്റൊരു അഗ്രികൾച്ചറിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ദാറ്റ് ഇസ് 1.01 to 1.02, അതായത് നല്ല റൈപ്പൻ ആയിട്ടുള്ള മാംഗോയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ദെൻ TSS എന്ന് പറയുന്നത് എന്തായിരുന്നു, ടോട്ടൽ സൊല്യൂബിൾ സോളിഡ്സ്. അത് നമ്മൾ ഡിഗ്രി ബ്രിക്സിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് 11 to 15 ഡിഗ്രി ബ്രിക്സ് ആയിരിക്കും ഐഡിയൽ ആയിട്ടുള്ള TSS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാംഗോയുടെ മെച്യൂരിറ്റി ഇൻഡീസസ്. അടുത്തത് ബനാന. ബനാനയും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്പാണ്. അപ്പം ബനാന എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ട ഒരു ടേം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡിസപ്പിയറൻസ് ഓഫ് ആംഗുലാരിറ്റി, ഡിഗ്രി ഓഫ് ഫുൾനെസ് ഓഫ് ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ഓരോ പഴത്തിനെയും പറയുന്ന പേരാണ്. നമ്മൾ പഴക്കുലയെ പറയുന്ന പേര് ഹാൻഡ് എന്നും, ഹാൻഡിലെ ഓരോ പഴത്തിനെയും പറയുന്ന പേരാണ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിംഗേഴ്സ്, ഡിഗ്രി ഓഫ് ഫുൾനെസ് ഓഫ് ഫിംഗേഴ്സ് ദാറ്റ് ഇസ് ഡിസപ്പിയറൻസ് ഓഫ് ആംഗുലാരിറ്റി ഇൻ എ ക്രോസ് സെക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഫിംഗേഴ്സിന്റെ ക്രോസ് സെക്ഷൻ. അപ്പൊ ഈ ഫിംഗേഴ്സിന്റെ ക്രോസ് സെക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഇമ്മച്ചുർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. അപ്പൊ ഒരു റൈപ്പായി ഇതിന്റെ ഒരു ഫുൾ ഇത് വരുന്നു, ഡിഗ്രി ഓഫ് ഫുൾനെസ്. ഈ ഡിഗ്രി ഓഫ് ഫുൾനെസ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബനാനയുടെ മെച്യൂരിറ്റി ഇൻഡെക്സ്. അപ്പൊ ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിസപ്പിയറൻസ് ഓഫ് ആംഗുലാരിറ്റി ഇൻ എ ക്രോസ് സെക്ഷൻ. ഓക്കെ, ദെൻ ഡ്രൈയിങ് ഓഫ് പ്ലാന്റ് പാർട്സ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വാഴയൊക്കെ കൊല പാകമായി തുടങ്ങുമ്പോഴത്തേക്ക് അതിന്റെ ഇലയൊക്കെ ഉണങ്ങി തുടങ്ങും, അതായത് ഡ്രൈ ചെയ്ത് തുടങ്ങും. അതൊരു ഇൻഡിക്കേഷൻ ആണ് മെച്യൂർ ആവുന്നതിന്റെ. ദെൻ പൾപ്പ് ടു പീൽ റേഷ്യോ എന്ന് പറയുന്നത് 1.2 to 1.6%. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതിന് പുറമെ നമുക്ക് ഒരുപാട് വിഷ്വൽ മെത്തേഡ്സും ഒക്കെ നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എപ്പോഴും ക്രിസ്പ് ആയിട്ട് അതിന്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, അടുത്തതായിട്ട് മെച്യൂരിറ്റി ഇൻഡീസസ് ഓഫ് ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടും ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ്. അതിന്റെ ഫ്രൂട്ട് കളർ എന്ന് പറയുന്നത് ചേഞ്ചസ് ഫ്രം ഗ്രീൻ ടു പെയിൽ ഗ്രീൻ ഓർ യെല്ലോ കളർ. ദെൻ തിക്കനിങ് ഓഫ് ലാറ്റക്സ്. അപ്പം ചക്കയിൽ നിന്ന് ഒരു കറ വരാറുണ്ടല്ലോ, ഒരു ലാറ്റക്സ് വരാറുണ്ടല്ലോ, അപ്പൊ അത് എന്ത് തോന്നുന്നു, ഇറ്റ്സ് ഗെറ്റ് തിക്കൻ ആവുന്നു. ദെൻ റെസൊണൻസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡൾ ഹോളോ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് വെൻ ദ ഫ്രൂട്ട് ഈസ് ടാപ്ഡ് ബൈ ദ ഫിംഗർ. നമ്മൾ ഫിംഗർ വെച്ചിട്ട് ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ വാട്ടർമെലണിൽ പറഞ്ഞതുപോലെ ഒരു ഡൾ ഹോളോ സൗണ്ട് വരും. ഇനി ഇതിന് പുറമെ നല്ലൊരു പ്ലസന്റ് അരോമ, നമുക്ക് ചക്ക പഴുത്തെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യുന്നതാണ്, നല്ല ചക്കയുടെ മണം വരും. അപ്പൊ ഈ പ്ലസന്റ് അരോമ ആൻഡ് ഡൾ ഹോളോ സൗണ്ട് ഈസ് ദ മെച്യൂരിറ്റി ഇൻഡീസസ് ഓഫ് വിച്ച് ക്രോപ്പ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഏത് ക്രോപ്പാണ്? ജാക്ക് ഫ്രൂട്ട് ആണ്. അടുത്തതായിട്ട് മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പൈനാപ്പിൾ. പൈനാപ്പിളും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രോസസിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. സോ അതിന്റെ മെച്യൂരിറ്റി ഇൻഡീസ് ഒക്കെ എന്തായിരിക്കും? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കലണ്ടർ ഡേറ്റ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ദാറ്റ് ഇസ് 105 to 130 ഡേയ്സ്. ഇതൊരു 15 മുതൽ 18 മാസം വരെ, 1-1.5 വർഷം എന്നുള്ളതാണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണ്? ഫ്ലാറ്റനിങ് ഓഫ് ഐസ്. നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന്റെ ഐസ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ഐസ് എന്ന് പറയുന്നത്. ഇത് എന്താവുന്നു? മെച്ചർ ആവുന്നതനുസരിച്ച് ആദ്യം നല്ല മുള്ളു പോലെ ഇരിക്കുന്നത് മെച്ചർ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? അതിങ്ങനെ ഫ്ലാറ്റൻ പതിയെ പതിഞ്ഞു തുടങ്ങും. ദാറ്റ് ഇസ് ഫ്ലാറ്റനിങ് ഓഫ് ഐസ് ഇസ് എ മെച്യൂരിറ്റി, സ്പെസിഫിക് മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഏത് ക്രോപ്പും? പൈനാപ്പിളിന്റെ. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റിയും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഞാൻ ഈ ഓരോ ക്രോപ്പിന്റെയും സ്പെസിഫിക് ആണെന്ന് പറയുന്ന മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും. മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ പപ്പായ. പപ്പായ നമുക്ക് നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ട്രോപ്പിക്കൽ ക്രോപ്പ് ആണ്. പപ്പായയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവം എന്ന് വെച്ചാൽ അതിന്റെ പീൽ കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഫ്രം ഒരു ഡാർക്ക് ടു ലൈറ്റ് ഗ്രീനിൽ നിന്ന് ഒരു യെല്ലോയിഷ് ഇതായിട്ട് മാറുന്നു. അപ്പോൾ ഒരു യെല്ലോയിഷ് സ്ട്രീക്സ് വരുന്നു. എപ്പിക്കലായിട്ട് ഒരു യെല്ലോയിഷ് സ്ട്രീക്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു. ദെൻ അതിനകത്തും എന്തുണ്ട്? ലാറ്റക്സ് ഫ്ലോ ഉണ്ട്. അപ്പം ഡെൻസിറ്റി ആൻഡ് ഫ്ലോ ഓഫ് ലാറ്റക്സ് ഫ്രം ഫ്രൂട്ട് ഡിക്രീസസ്, അത് കുറഞ്ഞു വരുന്നു. ദെൻ പൾപ്പ് കളർ ചേഞ്ചസ് ടു യെല്ലോ, ഓറഞ്ച് ഓർ റെഡ് ആൻഡ് ദ സീഡ്സ് ബിക്കം ഗ്രേയിഷ് ഇൻ കളർ ആൻഡ് അലോങ് വിത്ത് ഒരു ജെല്ലിനെസ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് ആപ്പിൾ. ആപ്പിൾ ഒരു ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്പ് ആണ്. അപ്പൊ ഞാൻ ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്പിൽ ആപ്പിൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനിയും ഒരുപാടധികം ക്രോപ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ക്രോപ്സിന്റെയും ഈ പറയുന്ന മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയും അല്ലെങ്കിൽ ഓപ്ഷൻസിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ക്രോപ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇത്രയും ഞാൻ പറഞ്ഞ ക്രോപ്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ബാക്കി ക്രോപ്സ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ടൊക്കെ വരുമ്പോൾ അതുമായിട്ടൊക്കെ ചേർന്ന് നമുക്ക് ഇനിയും ഈ ഒരു പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഇന്റർലേറ്റ് ചെയ്ത് വരാറുണ്ട്. അടുത്തതായിട്ട് ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്പ് ആയിട്ടുള്ള ആപ്പിൾ. ആപ്പിളിന്റെ കേസിൽ നമുക്ക് കലണ്ടർ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ TSS ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിന് പുറമെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത, ഡെവലപ്മെന്റ് ഓഫ് ടി സ്റ്റേജ് ഇസ് ആൻ ഇൻഡിക്കേറ്റർ, ഇസ് ആൻ മെച്യൂരിറ്റി ഇൻഡിക്കേറ്റർ ഓഫ് വിച്ച് ക്രോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആപ്പിൾ ആണ്. അതായത് ഡെവലപ്മെന്റ് ഓഫ് ടി സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ആപ്പിൾ കംപ്ലീറ്റ്ലി ഫുള്ളി വെച്ചറായിട്ടുള്ള ആപ്പിളിന്റെ ഇതിന്റെ എപ്പിക്കൽ പോർഷൻ, ഇതിന്റെ ബേസൽ പോർഷൻ നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഒരു ടീയുടെ ഷേപ്പിലേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് ടി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യലി അത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. അത് ഗ്രാജുവലി ഡെവലപ്പായി വരുമ്പോഴത്തേക്കും ഈ ഒരു ടി സ്റ്റേജ് ഡെവലപ്പ് ആവുന്നു. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ടി സ്റ്റേജ് വിച്ച് ഇസ് എ മെച്യൂരിറ്റി ഇൻഡിക്കേറ്റർ ഓഫ് വിച്ച് ക്രോപ്പ് ദാറ്റ് ഇസ് ആപ്പിൾ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പൊ ഇത്രയാണ് കുറച്ച് മേജർ ആയിട്ടുള്ള ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ്, പ്രധാനമായിട്ടും ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമ്മൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും നമുക്ക് ആ കാര്യം, ആ ഒരു ടോപ്പിക് നമ്മുടെ മൈൻഡിൽ പതിയും. നമ്മൾ ഏതൊരു ടോപ്പിക് എടുത്ത് പഠിക്കുമ്പോഴും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പഠനത്തിൽ ഓരോ ദിവസവും നിങ്ങൾ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ശതമാനം സമയം നിങ്ങൾ സബ്ജക്ട് പഠിക്കാനായിട്ട് കൊടുക്കുന്നു, അത്ര തന്നെ ഇമ്പോർട്ടൻസ് എപ്പോഴും നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനും കൊടുക്കണം. അപ്പൊ നമുക്ക് ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് വെൻ എ പ്ലാന്റ് ഓർ പ്ലാന്റ് പാർട്ട് possesses the prerequisites for utilization by the consumers for a particular purpose. അത് ഏത് സ്റ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്: മെച്യൂരിറ്റി ഇൻഡെക്സ്, ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി, ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി ആൻഡ് നൺ ഓഫ് ദ എബോവ്. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഇസ് ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കൺസ്യൂമർ എന്നുള്ളൊരു ടേം നിങ്ങൾ കാണുകയാണ്, അല്ലെങ്കിൽ കൺസ്യൂമറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി എല്ലാ പ്രീ റിക്വസിറ്റ്സും വരുന്ന ആ ഒരു സ്റ്റേജ് ആണ് എന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി കംപ്ലീറ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ് വരുന്ന ഒരു സ്റ്റേജ് ഏതാണ്? ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി ആണ്. ഓക്കെ, അടുത്തതായിട്ട് ഡിസപ്പിയറൻസ് ഓഫ് ആംഗുലാരിറ്റി ഈസ് ദ മെച്യൂരിറ്റി ഇൻഡെക്സ് ഓഫ് വിച്ച് ക്രോപ്പ്. ഏത് ക്രോപ്പിന്റെ മെച്യൂരിറ്റി ഇൻഡെക്സ് ആണ് ഡിസപ്പിയറൻസ് ഓഫ് ആംഗുലാരിറ്റി എന്നാണ്? മാംഗോ ആണോ, ബനാന ആണോ, മസ്ക് മെലൺ ആണോ? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി. ഇതിൽ ഏത് ക്രോപ്പാണ്? ആൻസർ ഈസ് ബനാന. നമ്മൾ പറഞ്ഞു ഡിഗ്രി ഓഫ് ഫുൾനെസ് അല്ലെങ്കിൽ ഡിസപ്പിയറൻസ് ഓഫ് ആംഗുലാരിറ്റി എന്ന് പറയുന്നത് ബനാനയുടെ ഒരു ടിപ്പിക്കൽ മെച്യൂരിറ്റി ഇൻഡെക്സ് ആണ്. ഓക്കെ, അടുത്തതായിട്ട്
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. 2020 ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച അതേ ക്വസ്റ്റൻ ആണ് ഇത്. ദാറ്റ് ഇസ് എ ഡൾ ഹോളോ സൗണ്ട് വെൻ ടാബ്ഡ് ഈസ് ദ മെച്യൂരിറ്റി ഇൻഡെക്സ് ഓഫ് ഡാഷ് ക്രോപ്പ്. ഇങ്ങനെ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ പപ്പായ, അവോക്കാഡോ, വാട്ടർമെലൺ ആൻഡ് മസ്ക് മെലൺ. ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻസർ ഈസ് വാട്ടർമെലൺ. ബാക്കി നമ്മൾ പപ്പായ പറഞ്ഞു, മസ്ക് മെലൺ പറഞ്ഞു, അവോക്കാഡോ നമുക്കറിയാം വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ട് ക്രോപ്പ് ആണ്. അവോക്കാഡോയുടെ മെച്യൂരിറ്റി ഇൻഡെക്സ് നമ്മൾ പറയുന്നത് ഓയിൽ കണ്ടന്റിന്റെ ബേസിലാണ്. അപ്പൊ എവിടെയെങ്കിലും ഓയിൽ കണ്ടന്റിനും അവോക്കാഡോയിനും ഓപ്ഷനിൽ അങ്ങനെ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ അത് ഓർത്ത് വെക്കാം. ഓയിൽ കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഓയിൽ കണ്ടന്റ് നോക്കിയിട്ടാണ് നമ്മൾ അവോക്കാഡോയുടെ മെച്യൂരിറ്റി ഇൻഡെക്സ് പറയുന്നത്. അടുത്തതായിട്ട് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടാപ്ക സ്റ്റേജ് മാംഗോ, ടി സ്റ്റേജ് ആപ്പിൾ ആൻഡ് ഫ്ലാറ്റനിങ് ഓഫ് ഐസ് പൈനാപ്പിൾ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. എല്ലാം തന്നെയും അതിന്റെ കറക്റ്റ് മെച്യൂരിറ്റി ഇൻഡിക്കേഴ്സ് ആണ് മാച്ച് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ്, അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയൊരു ടോപ്പിക്കാണ്. അപ്പം എനിക്ക് തോന്നുന്നു മുന്നത്തെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും മെച്യൂരിറ്റി ഇൻഡീസസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാരണവശാലും ഈ ഒരു ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെച്യൂരിറ്റി ഇൻഡീസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഇനി വേറൊരു ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്.